ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടുത്തി നിർമ്മിച്ച 3 നില സ്കൂൾ കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്കാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. വൈകാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ പഠന സംവിധാനം മുന്നോട്ട് കൊണ്ടുപോവേണ്ട ഒരു കാലമായി. അപ്പോൾ അതിനൊക്കെ നല്ല ഉറപ്പുള്ള, നല്ല ഹൈജീനിക്കായ, മനോഹരമായ കെട്ടിടങ്ങളും കൂടി സ്കൂളിലുണ്ടാവണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായി ആർജിച്ചെടുക്കുമ്പോൾ ഓരോ സ്കൂളിനും അത് അഭിമാന മുഹൂർത്തമാണ്. അങ്ങനെ നിങ്ങളുടെ ഈ അഭിമാനത്തിൽ, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കും ഏറെ ആഹ്ലാദമുണ്ട്. പല സ്കോളർഷിപ്പ് പരീക്ഷകൾക്കൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് NMMS പരീക്ഷയ്ക്ക് ഒരു കുട്ടി മലപ്പുറത്ത് ജയിക്കണമെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഒരു ആവറേജാണ്, ഇപ്രാവശ്യം ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം, 140 മാർക്ക് വേണമായിരുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ഒരു കുട്ടി പാസ്സാകണമെങ്കിൽ 129 മാർക്ക് മതി. അപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ കേട്ടാൽ തോന്നുന്നത് എന്തോ ഒരു വിവേചനമാണല്ലോ, മലപ്പുറത്തുകാർക്ക് അധികം മാർക്ക് വെച്ചിരിക്കുകയെന്നാണ്. അതല്ല, മലപ്പുറത്ത് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും ജയിക്കുന്ന കുട്ടികളുടെ എണ്ണവും, കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണവും കൂടുതലായി പോയപ്പോൾ ഇത്ര കുട്ടികളെ ജയിപ്പിക്കാവൂ ഒരു ജില്ലയിൽ നിന്നൊരു കണക്കുണ്ട്. അപ്പോൾ ആ ഗണത്തിൽ പെടണമെങ്കിൽ ഇവിടുത്തെ കുട്ടി 140 മാർക്ക് വാങ്ങിയാലേ ആ ഗണത്തിൽ പെടൂ. എന്നാൽ കോട്ടയത്ത് 129 മാർക്കുണ്ടെങ്കിൽ ആ കുട്ടി ആ ജില്ലക്ക് അനുവദിച്ച എണ്ണത്തിൽ പെടും. അപ്പോൾ അത് പ്രത്യക്ഷത്തിൽ കേട്ടപ്പോൾ എനിക്കും തോന്നി എന്തോ ഒരു വിവേചനമാണല്ലോ എന്ന്. പക്ഷെ വിവേചനമല്ല, നമ്മുടെ ജില്ലയുടെ മികവാണത്. ഈ ജില്ലയിലുണ്ടായ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ചടങ്ങിൽ അധ്യക്ഷനായി. മലയാളം ടെലിവിഷൻ, മലപ്പുറം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.